ഇന്നുണ്ടല്ലോ കാഞ്ഞിരപ്പള്ളിയിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒത്തുകല്യാണം കൂടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. കോട്ടയത്ത് നിന്ന് ചെന്നൈയിൽ എൻ്റെ റൂംമേറ്റ് ആയിരുന്ന ഫാരിസിൻ്റെ കൂടെയാണ് കേട്ടോ പോകുന്നത്. കോളേജ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അല്ലെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വേണമല്ലോ, എന്തെങ്കിലും കണ്ടുമുട്ടലുകൾക്ക് നടക്കാൻ വേണ്ടി. ആനക്കലുള്ള സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഒത്തുകല്യാണം. വെയിലത്ത് ഈ ഒരു തലക്കെട്ട് കെട്ടുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ടില്ലേ, അവളെ ഒന്ന് മെൻഷൻ ചെയ്യണേ. അങ്ങനെ ഞങ്ങളുടെ റിസപ്ഷൻ നടക്കുന്ന അവിടുത്തെ സ്കൂളിൻ്റെ ഹാളിലേക്ക് എത്തി കേട്ടോ. റിസപ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും ടാറ്റ ബൈബയൊക്കെ പറഞ്ഞ് ഞാനും സ്നേഹയും ഭരണങ്ങാനും അൽഫോൻസാമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് വെച്ചേ. ഞാൻ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും സ്നേഹ ആദ്യമായിട്ടായിരുന്നു കേട്ടോ. ആദ്യം അൽഫോൻസാമ്മയുടെ മഠം കാണാനായിരുന്നു കേട്ടോ പോയത്. അത് കഴിഞ്ഞ് നേരെ പള്ളിയിലേക്കും. അൽഫോൻസാമ്മയുടെ കഥയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് കൗതുകത്തോടെ കേട്ടവരായിരിക്കും നമ്മളൊക്കെ. ഇന്ത്യയിൽ നിന്ന് വിശുദ്ധിയാക്കപ്പെട്ട ആദ്യത്തെ വനിതയാണ് കേട്ടോ സഹനത്തിൻ്റെ മാലാഖ എന്നറിയപ്പെടുന്ന അൽഫോൻസാമ്മ. അങ്ങനെ കുറച്ച് നിയോഗങ്ങളെ കുറിച്ച് പ്രാർത്ഥിച്ചു. ഒരു വിശുദ്ധ കുരിശൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചേ. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ അടുത്താണ് കേട്ടോ താമസം. രാത്രി അങ്കിളും ആൻറ്റിയും കരിമ്പിങ്കാല കള്ളിഷാപ്പിലേക്ക് കൊണ്ടുപോയ ഒരു ഗുഹ തീംഡ് റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ അവിടെ. അവിടുന്ന് നല്ല കപ്പയും പോർക്കും കരിമീൻ പൊള്ളിച്ചതും പിന്നെ നല്ല തെങ്ങിൻ കള്ളും കൂട്ടി ഒരു നല്ലൊരു പെട വരച്ചേ. നല്ല കിടിലൻ ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ തട്ടി ഞങ്ങളുടെ ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ ബൈ ബൈ.